Good morning, dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ക്ലോണിംഗ് വെക്ടേഴ്സുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മിഡും ബാക്ടീരിയഫേജ് ലാംഡ ജീനോം വെക്ടറും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്മിഡും ആർട്ടിഫിഷ്യൽ ക്രോമസോമും ആണ്. കോസ്മിഡ് ഒരു ഹൈബ്രിഡ് വെക്ടറാണ്. ഇറ്റ് ഇസ് an extra chromosomal circular DNA. It combined the features of plasmid and phage. ഹൈബ്രിഡ് വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് പ്ലാസ്മിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും, ഫേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. ക്ലോണിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 to 50 കിലോ ബേസ് ആണ്. കോസ്മിഡിൽ പ്ലാസ്മിഡിൽ കാണുന്നത് പോലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, മാർക്കർ, ജീൻസ്, ദെൻ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ഇവയെല്ലാം ഉണ്ടായിരിക്കും. ബാക്ടീരിയഫേജ് ലാംഡ ജീനോമിൽ നിന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത കൊഹസീവ് എൻഡ് സൈറ്റും കോസ്മിഡിൽ കാണാൻ സാധിക്കും. And this cohesive end site contains elements required for packing DNA into phage head particle. പ്ലാസ്മിഡിനേക്കാളും കുറച്ചും കൂടി വലിയ DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് കോസ്മിഡിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ക്ലോണിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 to 50 കിലോ ബേസ് ആണ്. ഹൈബ്രിഡ് വെക്ടർ ആണ് കോസ്മിഡ്. പ്ലാസ്മിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ബാക്ടീരിയഫേജ് ലാംഡ ജീനോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കോസ്മിഡിനുണ്ടായിരിക്കും. പ്ലാസ്മിഡിൽ കാണുന്നത് പോലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്, മാർക്കർ, ജീൻസ് ഇവയെല്ലാം കോസ്മിഡിലും ഉണ്ടായിരിക്കും. ബാക്ടീരിയഫേജ് ലാംഡ ജീനോമിൽ നിന്ന് കോസ്മിഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൊഹസീവ് എൻഡ് സൈറ്റ്. ഇത് കോസ്മിഡിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഉണ്ട്, ദെൻ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് E0, R1, SMA1 തുടങ്ങിയിട്ടുള്ള ക്ലോണിംഗ് സൈറ്റുകളുണ്ട്. ദെൻ ബാക്ടീരിയഫേജ് ലാംഡ ജീനോമിൽ നിന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത കോസൈറ്റും ഉണ്ട്. അടുത്തത് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. An artificial chromosome can carry a much larger DNA fragment than other vectors. പ്ലാസ്മിഡിനേക്കാളും ബാക്ടീരിയഫേജ് ലാംഡ ജീനോമിനേക്കാളും കോസ്മിഡുകളെക്കാളും വലിയ DNA ഫ്രാഗ്മെന്റ്സ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന് ക്യാരി ചെയ്യാൻ സാധിക്കും. Three structural necessities of an artificial chromosomes include origin of replication, centromere and telomeric sequence. ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ കാണേണ്ട മൂന്ന് കാര്യങ്ങൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും സെൻട്രോമിയറും ടീലോമെറിക് റീജിയനും. ഇത് മൂന്ന് നിർബന്ധമായിട്ടും ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് പലതരത്തിലുണ്ട്. ബാക്ടീരിയ ആർട്ടിഫിഷ്യൽ ക്രോമസോം വിച്ച് റെപ്ലിക്കേറ്റ് ഇൻ ബാക്ടീരിയ സെൽസ്. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ്റ്റ് സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഹ്യൂമൻ സെൽസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. സോ ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ നിർബന്ധമായിട്ടും കാണേണ്ട മൂന്ന് സ്ട്രക്ചറൽ നെസസിറ്റീസ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും സെൻട്രോമിയറും ടീലോമെറിക് സീക്വൻസും. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഇവിടെ നമ്മൾ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആക്കി മാറ്റുന്നത് എഫ് പ്ലാസ്മിഡുകളെയാണ്. ബാക്ടീരിയയിൽ കാണുന്ന എഫ് പ്ലാസ്മിഡുകളെയാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആക്കി മാറ്റുന്നത്. എഫ് പ്ലാസ്മിഡിൽ അതിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ്, അപ്രോപ്രിയേറ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റ് DNA ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ എഫ് പ്ലാസ്മിഡ് ഒരു റീകോംബിനന്റ് വെക്ടറായി ഇതിനെ നമ്മൾ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയും. ഈ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ നമ്മൾ ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലിലേക്ക് കടത്തിവിടും. ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലിൽ ഇരുന്നുകൊണ്ട് ഈ എഫ് പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത് എഫ് പ്ലാസ്മിഡുകളെയാണ് നമ്മൾ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. എഫ് പ്ലാസ്മിഡിൽ കാണുന്ന റെസ്ട്രിക്ഷൻ സൈറ്റുകളെ അപ്രോപ്രിയേറ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് ആ സൈറ്റിലേക്ക് നമ്മൾ ടാർഗറ്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ അത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമായി. ഇതിനെ നമ്മൾ ബാക്ടീരിയ സെല്ലിലേക്ക് കടത്തിവിടുന്നു. ബാക്ടീരിയ സെല്ലിൽ ഇരുന്നുകൊണ്ട് പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യും. ഒപ്പം അതിലേക്ക് പേസ്റ്റ് ചെയ്ത ജീനും റെപ്ലിക്കേറ്റ് ചെയ്യും. Yeast artificial chromosome and bacterial artificial chromosome can carry a DNA fragment up to 3 lakh nucleotide long. Yeast artificial chromosome, an artificial chromosome that contains telomere, origin of replication, yeast centromere and selectable marker for identification in yeast cell. Yeast artificial chromosome replicate ചെയ്യുന്നത് yeast cellsലാണ്. അപ്പോൾ ഈ
ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ എന്തൊക്കെയുണ്ട്? ടീലോമിയർ ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, ഈസ്റ്റ് സെൻട്രോമിയർ ഉണ്ട്, സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ട്. East artificial chromosome was first described by Murray and Shostak in 1983. East artificial chromosome can be considered as a functional artificial chromosome derived from the DNA of yeast Saccharomyces cerevisiae. And this yeast artificial chromosome include telomere. Telomere എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രോമസോമിന്റെ എൻഡിൽ കാണുന്നതാണ് telomere. It is located at each end of the chromosome. Telomeric region എന്ന് പറഞ്ഞാൽ end of the chromosome. It is located at each end of the chromosome. It protects the linear DNA from degradation by nucleases. Centromere എന്ന് പറഞ്ഞാൽ it is the site of attachment for mitotic spindle. Origin of replication ഉണ്ടായിരിക്കണം. റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ മാർക്കർ ജീൻസ്. ഇതെല്ലാം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിലുണ്ട്. ടീലോമെറിക് റീജിയൻ ഉണ്ട്, സെൻട്രോമിയർ ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, മാർക്കർ ജീൻസ് ഉണ്ട്. ഇത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ സെൻട്രോമിയർ CEN എന്ന് എഴുതിയിരിക്കുന്ന സെൻട്രോമിയറിക് റീജിയൻ കാണാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ORI എന്ന് എഴുതിയിരിക്കുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാണാം. മാർക്കർ ജീൻസ് കാണാം. ദെൻ ടീലോമെറിക് റീജിയൻ TEL എന്ന് എഴുതിയിരിക്കുന്ന ടീലോമെറിക് റീജിയൻ കാണാം. മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റുകൾ കാണാം. ഇതെല്ലാം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ ഉണ്ടായിരിക്കും. അടുത്തത് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം. Human artificial chromosome may be potentially useful as a gene transfer vector for gene delivery into human cells. Human cellsലേക്ക് gene delivery ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് human artificial chromosome. A tool for expression studies and determining human chromosome function. Human artificial chromosomeന് മറ്റെല്ലാ വെക്ടേഴ്സിനേക്കാളും വലിയ ജീനുകളെ യൂക്കാരിയോട്ടിക് ജീൻസിനെ ക്യാരി ചെയ്യാൻ സാധിക്കും. ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോമിന് മറ്റെല്ലാ വെക്ടേഴ്സിനേക്കാളും വലിയ DNA ഫ്രാഗ്മെന്റിനെ അല്ലെങ്കിൽ വലിയ ജീനിനെ ക്യാരി ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ വേറെ വെക്ടേഴ്സ്, വൈറൽ വെക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു ജീനിനെ ഹ്യൂമൻ ജീനോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ജീൻ വന്ന് ഹ്യൂമൻ ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം ഈ വെക്ടറിന്റെ ഒരു പാർട്ടും കൂടി നമ്മുടെ ജീനോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മറ്റൊരു DNA അല്ലെങ്കിൽ വൈറൽ വെക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ വൈറൽ DNA നമ്മുടെ ജീനോമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ചാൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉപയോഗിച്ചാൽ. ഇനി വെക്ടേഴ്സിനെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഷട്ടിൽ വെക്ടേഴ്സ്, ഇന്റഗ്രേറ്റിംഗ് വെക്ടേഴ്സ്, എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്ന്. ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്ലിക്കേറ്റ് ഇൻ ദി സെൽസ് ഓഫ് മോർ ദാൻ വൺ ഓർഗനൈസം. ഇറ്റ് ഹാസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് വേരിയസ് ഹോസ്റ്റ്. റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ക്രോമസോമൽ DNA. അതായത് ഷട്ടിൽ വെക്ടേഴ്സ് വിൽ റെപ്ലിക്കേറ്റ് ഇൻ ദി സെൽസ് ഓഫ് മോർ ദാൻ വൺ ഓർഗനൈസം. ഈ കോളയിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യും, ഈസ്റ്റ് സെൽസിനും മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ രണ്ട് ഹോസ്റ്റ് സെൽസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ വൺ ഹോസ്റ്റ്, ഒരു ഹോസ്റ്റിനേക്കാൾ കൂടുതൽ പല ഹോസ്റ്റുകളിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ്. ഫോർ എക്സാമ്പിൾ ഈക്കോളൈ ഹോസ്റ്റ് സെൽ, ഈക്കോളൈ സെൽസിലും അല്ലെങ്കിൽ ഈസ്റ്റ് സെൽസിന് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെ നമ്മൾ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയും. ഇന്റഗ്രേറ്റിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇന്റഗ്രേറ്റ് ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ഹോസ്റ്റ് ക്രോമസോമൽ DNA. അപ്പോൾ ഇത് ഹോസ്റ്റ് ക്രോമസോമൽ DNAയുടെ പാർട്ടായിട്ട് വരും. ഹോസ്റ്റ് ക്രോമസോമിലേക്ക് ഈ വെക്ടർ വന്ന് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇറ്റ് ഇന്റഗ്രേറ്റ് ആൻഡ് ബിക്കം ദി പാർട്ട് ഓഫ് ദി ഹോസ്റ്റ് ക്രോമസോമൽ DNA. ഹോസ്റ്റ് ക്രോമസോമൽ DNAയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് integrative vectors എന്ന് പറയുന്നത്. The replication and maintenance of these types of vectors depend on the host chromosomal replication process.
എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസ് ജീൻ എക്സ്പ്രഷൻ. ഇത്തരത്തിലുള്ള വെക്ടേഴ്സ്, എക്സ്പ്രഷൻ വെക്ടേഴ്സ് നമ്മളൊരു ജീൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ ഇത് സഹായിക്കും. ആ ജീൻ എക്സ്പ്രസ് ചെയ്യും. അത്തരത്തിലുള്ള വെക്ടേഴ്സിനെയാണ് എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനിനൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സും കൂടി നമ്മൾ ഈ എക്സ്പ്രഷൻ വെക്ടേഴ്സിലേക്ക് പേസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ജീൻ എക്സ്പ്രസ്, ജീൻ ഏത് പ്രോട്ടീൻ ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രോട്ടീൻ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടേഴ്സിനെ ബ്രോഡായിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഷട്ടിൽ വെക്ടേഴ്സ്, ഒന്നിൽ കൂടുതൽ ഹോസ്റ്റ് സെൽസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഇന്റഗ്രേറ്റിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ക്രോമസോമൽ DNA-യിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് ഇന്റഗ്രേറ്റിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിലേക്ക് നമ്മൾ ജീനിനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, അതിന്റെ ജീൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് എക്സ്പ്രഷൻ വെക്ടേഴ്സ്. അടുത്തത് ലിങ്കേഴ്സ് ആൻഡ് അഡാപ്റ്റേഴ്സ്. ലിങ്കേഴ്സ് ആൻഡ് അഡാപ്റ്റേഴ്സ് വെക്ടേഴ്സിന്റെ കൂടെ പറയാനുള്ളതല്ല. ഇത് നമ്മുടെ എൻസൈംസ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്താണ് ലിങ്കേഴ്സ് ആൻഡ് അഡാപ്റ്റേഴ്സ് എന്ന്. നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് ഒരു DNA ബ്രേക്ക് അല്ലെ റെസ്ട്രിക്ഷൻ സൈറ്റിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ചില റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ ബ്ലണ്ട് എൻഡ് DNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡബിൾ സ്ട്രാൻഡഡ് DNA, നമുക്ക് റിസൾട്ട് ആയിട്ട് ഡബിൾ സ്ട്രാൻഡഡ് DNA തന്നെ കിട്ടും. അതേസമയം മറ്റു ചില റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് DNA കിട്ടും. ഇങ്ങനെ ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ് നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റീകോംബിനന്റ് DNA ടെക്നോളജി സ്റ്റിക്കി എൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഈ ബ്ലണ്ട് എൻഡ് ആയിട്ട് വരുന്ന DNA നമുക്ക് DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് വെക്ടറിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. സ്റ്റിക്കി എൻഡ്സ്, ഓവർ ഹാങ്ങിങ് സ്റ്റിക്കി എൻഡ്സ് ഉണ്ടായിരിക്കണം. സിംഗിൾ സ്ട്രാൻഡഡ് DNA, ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് DNA അഥവാ സ്റ്റിക്കി എൻഡ്സ് നമുക്ക് ലഭിക്കണം. അപ്പോൾ ഈ ബ്ലണ്ട് എൻഡ് ആയിട്ട് കട്ട് ചെയ്ത് വരുന്ന DNA നമുക്ക് എങ്ങനെ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യാം, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ലിങ്കേഴ്സും അഡാപ്റ്റേഴ്സും. ലിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സീക്വൻസ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA. നമ്മൾ ലിങ്കേഴ്സ് സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ്, ലാബിൽ നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ്. ചില ഏതാനും കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ ലാബിൽ സിന്തസൈസ് ചെയ്തെടുക്കും. അതാണ് ഷോർട്ട് സീക്വൻസ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA. അത് ഷോർട്ട് സീക്വൻസ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. നമ്മൾ ലാബിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ലാബിൽ നമ്മൾ ഏതാനും ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്തെടുക്കും. അത് E0R1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആവാം, BAM-H1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആവാം. അങ്ങനെ നമ്മുടെ കയ്യിൽ ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ലാബിൽ അവൈലബിൾ അതിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്തെടുക്കും. ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കും. എന്നിട്ട് T4 DNA ലിഗേസിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ആ ബ്ലണ്ട് എൻഡ് ആയിട്ട് കട്ട് ചെയ്ത് വന്ന DNA-യിലേക്ക് ഈ ലിങ്കേഴ്സിനെ നമ്മൾ ഘടിപ്പിച്ചു വെക്കും. T4 DNA ലിഗേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സിമെന്റ് പോലെ അത് ഫംഗ്ഷൻ ചെയ്യും. ഈ ലിങ്കേഴ്സിനെ ആ ബ്ലണ്ട് എൻഡ് DNA-യിലേക്ക് T4 DNA ലിഗേസ് ഉപയോഗിച്ച് നമ്മൾ ഘടിപ്പിച്ചു വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് അതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് ഈ ലിങ്കറിനെ നമ്മൾ കട്ട് ചെയ്യും. ഈ ബ്ലണ്ട് എൻഡ് DNA-യിലേക്ക് ഘടിപ്പിച്ചു വെച്ച ലിങ്കറിനെ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ആ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണ്, 6 ആക്ട് ഫാഷനിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് റീജിയൻ നമുക്ക് അവിടെ ലഭിക്കും. ഇവിടെ ഇതൊരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ്. മുകളിൽ മെജന്ത കളറിൽ കാണുന്നതാണ് നമ്മുടെ ടാർഗറ്റ് DNA, അതായത് ബ്ലണ്ട് എൻഡ് ആയിട്ടുള്ള DNA. ഈ ബ്ലണ്ട് എൻഡ് ആയിട്ടുള്ള DNA-യിലേക്ക് നമ്മൾ ലിങ്കറിനെ ഘടിപ്പിക്കാൻ പോവുകയാണ്. GAATTC എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ്. ആ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ ആ ബ്ലണ്ട് എൻഡ് DNA-യിൽ മെജന്തയിൽ കാണുന്നതാണ് ബ്ലണ്ട് എൻഡ് DNA. ആ ബ്ലണ്ട് എൻഡ് DNA-യിൽ T4 DNA ലിഗേസ് ഉപയോഗിച്ച് നമ്മൾ GAATTC എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ ഘടിപ്പിച്ചു
ഘടിപ്പിച്ചു. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് നമ്മൾ ഈ റെസ്ട്രിക്ഷൻ സൈറ്റിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു സിക്സാക് ഫാഷനിലാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ സൈറ്റിനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് റീജിയൻ ലഭിക്കും. രണ്ടറ്റത്ത് ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡഡ് റീജിയൻ ലഭിക്കും. ഇത് നമുക്ക് വെക്ടറിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. വെക്ടറിനെ നമ്മൾ സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് GAATTC എന്ന് പറയുന്ന സൈറ്റിനെ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ വെക്ടറിനെയും കട്ട് ചെയ്യും. അവിടെ നമുക്ക് ഓവർ ഹാങ്ങിങ് റീജിയൻ കിട്ടും. അങ്ങനെ ഈ രണ്ട് DNA കൂടെ വെക്ടർ DNAയും ഓവർ ഹാങ്ങിങ് ഉള്ള വെക്ടർ DNAയും ഈ ടാർഗറ്റ് DNAയും കൂടെ നമുക്ക് ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും, അഥവാ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിങ്കേഴ്സിനെ പോലെ തന്നെ ഷോർട്ട് ഒളിഗോന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. പക്ഷെ ലിങ്കേഴ്സിൽ നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് റെസ്ട്രിക്ഷൻ സൈറ്റ് സിന്തസൈസ് ചെയ്ത് എടുത്ത് എന്നിട്ട് അതിനെ ബ്ലണ്ട് ആൻഡ് DNA ലിഗേസ് ഉപയോഗിച്ച് ഘടിപ്പിച്ചതിന് ശേഷം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ബ്രേക്ക് ചെയ്താണ് ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്ട്രാൻഡഡ് റീജിയൻ ഉണ്ടാക്കുന്നത്. അഡാപ്റ്റേഴ്സ് അങ്ങനെയല്ല. അഡാപ്റ്റേഴ്സ് ഓൾറെഡി സിംഗിൾ സ്ട്രാൻഡഡ് ഓവർ ഹാങ്ങിങ് റീജിയൻ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അത് നമ്മൾ ടാർഗറ്റ് DNAയിലേക്ക് നമ്മൾ DNA ലിഗേസ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി.